എല്ലാവർക്കും പൃഥ്വീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണ്. ഓർമ്മകൾക്കപ്പുറം യാത്രകൾ നൽകുന്ന അനുഭൂതികൾ മനസ്സിന് എന്നും കുളിർമ തന്നെയാണ്. അത്തരമൊരു യാത്രയാണ് ഇന്ന് നമ്മുടേത്. അട്ടപ്പാടിയിൽ നിന്നും വേളാങ്കണ്ണിയിലേക്കാണ് മനോഹരമായ ഈ യാത്ര. കേരള തമിഴ്നാട് അതിർത്തിയായ ആനക്കട്ടിയും മരങ്ങളാൽ സമ്പുഷ്ടമായ മാങ്കര വനപ്രദേശവും ഒക്കെ താണ്ടി കോയമ്പത്തൂർ വഴിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പൂമാർക്കറ്റിലൂടെ പോകുമ്പോൾ പലതരം പൂക്കളുടെ ഗന്ധം നമുക്ക് അനുഭവപ്പെടും. യാതൊരുവിധ ഒട്ടിപ്പുകളും ഇല്ലാത്ത തമിഴ്നാട്ടിലെ റോഡുകൾ യാത്രികർക്ക് യാതൊരു ബുദ്ധിമുട്ടും യാത്രാക്ഷീണവും നൽകാറില്ല എന്നത് പ്രധാനമാണ്. പാതയുടെ ഇരുഭാഗത്തും തലയുയർത്തി നിൽക്കുന്ന മനോഹര കെട്ടിടങ്ങൾ. നമുക്ക് ആവശ്യമായതെന്തും കോയമ്പത്തൂർ പട്ടണത്തിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ അട്ടപ്പാടിക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന വ്യാപാര പട്ടണമാണിത്. പാതയുടെ ഇരുവശത്തും വേലി കെട്ടിത്തിരിച്ച നിരവധി ഭൂമികൾ കാണാം. വേനലിൻ്റെ കാഠിന്യം എത്രത്തോളമുണ്ടെന്ന് ഈ ഭൂമിയിൽ നിന്നും നമുക്ക് മനസ്സിലാകും. വെള്ളത്തിൻ്റെ അഭാവമായിരിക്കാം ഈ ഭൂമികൾ തരിശു കിടക്കാനുള്ള പ്രധാന കാരണം. അവിടവിടങ്ങളിലായി ചെറിയ മരങ്ങളും ഉണങ്ങിയ പുൽനാമ്പുകളും മാത്രം. ഇവിടങ്ങളിൽ തീറ്റ തേടി ഇറങ്ങിയ ചെമ്മരിയാടുകളെയും കാണാം. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടിപ്പാടങ്ങൾ പോകും വഴിയിൽ മറ്റൊരു കാഴ്ചയാണ്. വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ നെല്ലും തെങ്ങും വാഴയും മറ്റ് മരങ്ങളും സമൃദ്ധമായി വളരുന്നുണ്ട്. മറ്റൊരു പ്രധാന കാഴ്ച കാവേരി നദിയാണ്. ബ്രഹ്മഗിരി ഷോലവനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഒരു നൂല് പോലെ ഒഴുകുന്നു. കർണാടകം, തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിൽ കൂടി ഒഴുകി കാരൈക്കൽ എന്ന പ്രദേശത്ത് വെച്ച് ബംഗാൾ ഉൾക്കടലിൽ കാവേരി നദി ചേരുന്നു. ദക്ഷിണ ഗംഗ എന്നും ഈ നദി അറിയപ്പെടുന്നു. വേളാങ്കണ്ണിക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ കയറി. ആനന്ദശയന രൂപത്തിലുള്ള വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കാവേരി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം. ഇരുപത്തിയൊന്ന് കൂറ്റൻ ഗോപുരങ്ങളുണ്ടിവിടെ. പ്രാചീന കാലഘട്ടങ്ങളുടെ കൊത്തുപണികളും കൽത്തൂണുകളും നിറഞ്ഞ മണ്ഡപങ്ങൾ. പൗരാണികതയും ഭക്തിയും ഇഴചേർന്ന് കിടക്കുന്ന വിസ്മയമാണ് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം. 156 ഏക്കറിലാണ് ക്ഷേത്രവും പരിസരവും വ്യാപിച്ചു കിടക്കുന്നത്. സുന്ദരമായ കോലങ്ങൾ വരച്ചിട്ട അഗ്രഹാരങ്ങൾ നമ്മെ വരവേൽക്കും. ഭക്തിയും ജ്ഞാനവും കലയും സംസ്കാരവും രാജാധികാരവുമെല്ലാം ഒന്നിച്ചു ചേർന്ന ഒരു പ്രാചീന കാലത്തെ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ മഹാഗോപുരങ്ങൾ നമ്മെ അമ്പരിപ്പിക്കുന്ന മഹാത്ഭുതം തന്നെയാണ്. എത്രയെത്ര മനുഷ്യരും മൃഗങ്ങളും എത്ര വർഷം അധ്വാനിച്ച് പടുത്തുയർത്തിയതായിരിക്കാം ഈ മഹാത്ഭുതം എന്ന് ചിന്തിച്ച് നമ്മുടെ യാത്ര വേളാങ്കണ്ണിയെ ലക്ഷ്യമാക്കി തുടർന്നു.